ഹായ് ഫ്രണ്ട്സ്, സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞങ്ങൾ കുറേ ദിവസം കൂടിയിരുന്ന് ഇന്ന് കുടുംബ വീട്ടിൽ പോയി. ഞാൻ കുറേ നാളായി പോയിട്ട്. അമ്മ ഇടയ്ക്ക് പോകാറുണ്ട്. ഇതാണ് ഞങ്ങളുടെ പഴയ ഒരു വഴി. കുടുംബത്തിലോട്ട് വരുന്ന റോഡിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ ഉണ്ട് വീട്ടിലോട്ട് വരണമെങ്കിൽ. ചെറിയൊരു വഴിയാണ്. ഇതായിരുന്നു ഞങ്ങൾ വരുന്നതും പോകുന്നതും ഉള്ള റോഡ്. അപ്പം ഇത് ഈ സ്റ്റെപ്പ് കയറിയാണ് വീട്ടിലോട്ട് കയറി ചെല്ലുന്നത്. ഇതാ കാണുന്നതാണ് ഞങ്ങളുടെ കുടുംബ വീട്. കണ്ടോ, ഇതാണ് ഞാൻ 10 വർഷം താമസിച്ച വീടാണ് കേട്ടോ. ഇത് ഹസ്ബൻഡിൻ്റെ കുടുംബ വീടാണ്. ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് വസ്തുവുണ്ട്. ഇപ്പം കുടുംബ വീട് ഉപ്പാപ്പനാണ്. എന്നാലും ഞങ്ങൾ ഇടയ്ക്ക് പോകാറുണ്ട്. വസ്തുവിൻ്റെ അകത്തൊക്കെ ഒന്ന് പോകാനുണ്ട്. അതിൻ്റെ അകത്ത് വാഴയുണ്ട്, കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം കുറച്ച് കൃഷികളുണ്ട്. ഇപ്പം ചുറ്റുവട്ടത്തെല്ലാം റബ്ബറായിരുന്നു. അതെല്ലാം വെട്ടി അവർ മരങ്ങളെല്ലാം വെട്ടിക്കൊടുത്തപ്പം നിറച്ചിപ്പോൾ കാടാണ്. ഇങ്ങോട്ട് പോകണമെങ്കിൽ കൂടെ ആരെങ്കിലും ഇല്ലാതെ തന്നെയൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണ്. കാരണം മൊത്തം ചുറ്റുവട്ടം എല്ലാം കാടായിട്ട് കിടക്കുകയാണ്. കുറച്ച് സ്ഥലമെല്ലാം ഉപ്പാപ്പൻ അത് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. കണ്ടോ, ഞാൻ നട്ട കരിയാപ്പിലാണ്. ഇത്രയും പൊക്കമായി കേട്ടോ. 10 കൊല്ലമായത്. അവിടെ നിന്ന് വേര് പൊട്ടിക്കിളിച്ച് നിറയെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വാഴക്കൊല നിൽപ്പുണ്ട്. 2 ആഴ്ച കൂടെ കഴിഞ്ഞിട്ടേ അതാകത്തുള്ളൂ. അമ്മ പറഞ്ഞു 2 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും വരാം എന്ന് പറഞ്ഞു. 3-4 അടയ്ക്കാമരമുണ്ട്. നിറയെ അടയ്ക്കയുണ്ടായിരുന്നു. ഞാനെന്താ ചെയ്ത്, ഈ കരിയാപ്പിൽ കണ്ടപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ ഓടിച്ചു. കാരണം ഞങ്ങൾ ഇവിടെ വീട്ടിൽ ചെല്ലുമ്പോൾ സമയത്ത് ഞങ്ങൾ ഓടിച്ചുകൊണ്ടിങ്ങനെ വരും. പിന്നെ അത് പൊട്ടിക്കളിക്കും. അങ്ങനെയാണ്. ഒരു വാഴക്കോല ഒടിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് വെട്ടിയെടുത്ത് ചെറുതായിട്ടും അമ്മ മുറിച്ചു. എന്നിട്ട് ഞങ്ങൾ ചെറിയ കവറിലോട്ടാക്കി. അവിടെ ഇപ്പം ചെറിയ റബ്ബർ തൈയുടെ എല്ലാം കിളിച്ച് നിൽക്കുവാണ്. ഇത് പഴയ മിറ്റമാണ് കേട്ടോ. അതിപ്പോൾ എല്ലാം പോച്ചയെല്ലാം പിടിച്ച് കിടക്കുകയാണ്. ഇവിടെ നേരത്തെ കുടുംബ വീടിന് അവിടെ വാടക. പിന്നെ കാന്താരിമുളക് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കാന്താരിമുളക് ഞാൻ പറിച്ചെടുത്തു. ഓമയ്ക്കയുണ്ട് കേട്ടോ. മുറ്റത്ത് ഓമയുണ്ട്, വാഴയുണ്ട്, ഇരുമ്പ് പുളിയുടെ മരമുണ്ട്. അതിൻ്റെ ചുവട്ടിൽ നിൽക്കുമായിരുന്നു. പുളി ഉണ്ടോ എന്ന് നോക്കാനായിട്ട് ഞാൻ പോയത്. അപ്പോഴാണ് കാന്താരി കണ്ടത്. കാന്താരി ഞാൻ അതെല്ലാം പറിച്ചെടുത്തു. പഴുത്ത കാന്താരിയും പച്ചക്കാന്താരിയും എല്ലാം ഉണ്ട്. അതെല്ലാം ഞാൻ പറിച്ചെടുത്തു. എന്നാൽ 3/4 ഭാഗം പഴുത്തിട്ടുണ്ട് കേട്ടോ. പഴുത്തിരിക്കുകയാണ്. 3-4 കാന്താരിക്കൊല്ലയുണ്ട്. താഴെ മണ്ണിലും ഉണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ പഴയ കുടുംബ വീട്. ഇപ്പം അവിടെ താമസമൊന്നുമില്ല. ഒരിടയ്ക്ക് വാടകയ്ക്ക് കൊടുത്തേക്കുമായിരുന്നു. ഇപ്പം അവിടെ താമസമില്ല. അമ്മ കണ്ട് നടന്നു വരുന്നു. ഞാനപ്പോൾ ആ സമയത്ത് മുറ്റത്ത് കവറ് കൊണ്ട് അതിൽ കായൊക്കെ എടുത്തുകൊണ്ട് വന്ന ഒരു കവറിലിറക്കി വെച്ച് കുറച്ച് നേരം അവിടെ എല്ലാം ഒന്ന് നിന്ന് മുറ്റത്ത്. ഇത് ഞങ്ങളുടെ വരിക്കപ്ലാവാണ് കേട്ടോ. ആ കാണുന്നത് നിറയെ നല്ല ഇടയ്ക്ക് ഉണ്ടാവും. നല്ല മധുരമുള്ളൊരു, അത് പഴുത്ത് കഴിഞ്ഞ് നല്ല ടേസ്റ്റാണ് ആ ചക്ക തിന്നാൻ. തൊട്ടടുത്ത് ഈ പഴയ എരുത്തിലാണ് കാണുന്നത്. താഴെ ഇവിടെയൊക്കെ ഉപ്പാപ്പൻ്റെ വസ്തുവാണിത്. അവർ വാഴ നട്ടിരിക്കുകയാണ്. അതിനപ്പുറമാണ് അടില്ല വാഴ കാണുന്നത് ഞങ്ങളുടെയാണ്. ഇടത് സൈഡിൽ നിൽക്കുന്ന ഉപ്പാപ്പൻ്റെ വസ്തുവാണ്. തൊട്ടപ്പുറത്ത് 4 വേറെ വീതമാണ് കേട്ടോ. റൈറ്റ് സൈഡിലാണ് ഞങ്ങളുടെ വീതം വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ആ ഭാഗത്താണ്. ഇതാണ് ഞങ്ങളുടെ പഴയ കുടുംബ വീട്. ഇതാണ് റോഡിൽ നിന്ന് നമ്മൾ താഴോട്ട് പോകുമ്പോൾ ഉള്ള വഴി. നമ്മൾ കണ്ടില്ലേ ഒരു തോട്. ആ തോടിൻ്റെ മെയിൻ റോഡിൽ താഴോട്ടുള്ള ആ വഴിയാണ് ഞങ്ങൾ പോകാറുള്ളത്. വീട്ടിൽ വന്നു. ഇതാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇത് ഞാലിപ്പൂവിൻ്റെ കായാണ് കേട്ടോ. ചെറിയ കായാണ്. അത് ഒടിഞ്ഞു വീണതാണ്. ഞങ്ങൾ വെട്ടിയെടുത്തുകൊണ്ട് വന്നു. അവിടുന്ന് കുടുംബ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. ഇരുമ്പപ്പുളിയും കാന്താരിയും ആവശ്യത്തിനുള്ള കരിയാപ്പിലയും എല്ലാം കിട്ടി. ഒരാഴ്ചത്തേനുള്ള ഒരാഴ്ചയല്ല, 2 ആഴ്ച മേലിൽ നിൽക്കും കരിയാപ്പില. അതുപോലെ നിറച്ച് കരിയാപ്പില കിട്ടി. ഇവിടെ കരിയാപ്പില ഇല്ല. ഇവിടെ ഒരു തൈ ഉണ്ട്, 2-3 തൈ ഉണ്ട്, ചെറുതാണ്. അപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യമുള്ള കരിയാപ്പില, വിഷമില്ലാത്ത കരിയാപ്പില വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നത് ഫ്രഷ് കരിയാപ്പിലയാണ്. അതിന് കവറിലാക്കി വെക്കണം. കണ്ടോ, ഇരുമ്പപ്പുളി ഉണ്ട്. ഇത് നമുക്ക് തോരനൊക്കെ വെക്കാനും, പിന്നെ കാന്താരി പിന്നെ തോരൻ വെക്കുമ്പോൾ 2-3 എടുത്ത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. പ്രഷറുള്ളവർക്ക് നല്ലതാണ്. ഇടയ്ക്ക് തോരൻ വെക്കുകയൊക്കെ ചെയ്യാം. കരിയും പുളിയും കൂടെ ഞാൻ ഒന്നിച്ചൊരു കവറിലാക്കി എടുത്തായിരുന്നു. പിന്നെ ഉള്ളത് ഒരു ഓമയ്ക്കയാണ്. കൊച്ചോമയ്ക്കയിൽ പറിക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായിട്ട് വീണ്ടും വരാം.